ഓക്കെ, നമ്മളിനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഗ്രൂപ്പാണ്. നമ്മളിപ്പം സെമി ഗ്രൂപ്പ് നോക്കി, മോണോയിഡ് നോക്കി, സൈക്ലിക് മോണോയിഡ് നോക്കി. സോ ഗ്രൂപ്പിൽ വരുമ്പോഴത്തേനും ഉള്ള ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യണമെന്നുണ്ട്. സോ ഫസ്റ്റ് വൺ ഇസ് ക്ലോഷർ. അതായത് ഇപ്പം എ കോമ ബി ഇസ് എൻ എലമെൻറ്റ് ഓഫ് ജി, ദെൻ എ സ്റ്റാർ ബി ഷുഡ് ഓൾസോ ബി എൻ എലമെൻറ്റ് ഓഫ് ജി. അതുപോലെ തന്നെ അസോസിയേറ്റിവിറ്റി എന്താണെന്ന് നമുക്കറിയാം. ഇത് നമ്മൾ സെമി ഗ്രൂപ്പിൻ്റെയും മോണോയിഡിൻ്റെ കേസിലും കൂടെ ചെക്ക് ചെയ്യുന്നതായിരിക്കും. ഹാസ് എൻ ഐഡൻറ്റിറ്റി എലമെൻറ്റ്, ദാറ്റ് ഇസ് എ തേർഡ് കണ്ടീഷൻ. ഇതും മോണോയിഡിൻ്റെ കേസിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ്. ഹാസ് എൻ ഇൻവേഴ്സ് എലമെൻറ്റ്, വിച്ച് മീൻസ് ദാറ്റ് ഇഫ് ദർ ഇസ് എൻ എലമെൻറ്റ് എ that is a part of G, it should be A inverse also should be a part of G, such that A star A inverse will get the identity element. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എബേലിയൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിനെയാണ് പറയുന്നത്. ഓർഡർ ഓഫ് എ ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേനും ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ദാറ്റ് ആർ പ്രസൻറ്റ് ഇൻസൈഡ് എ ഗ്രൂപ്പ്, അതിനെയാണ് ഓർഡർ ഓഫ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. O of G അല്ലെങ്കിൽ മോഡുലസ് പോലെ നമ്മൾ ജീനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം ആ സെറ്റിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട് എന്നുള്ളതിന് നമ്മൾ ഓർഡർ ഓഫ് എ ഗ്രൂപ്പ് എന്ന് വിശേഷിപ്പിക്കും. ഓർഡർ ഓഫ് എൻ എലമെൻറ്റ് എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റീജർ ദാറ്റ് can be raised up to a certain power so that the identity element can be obtained. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പം നമുക്ക് ജി ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ 4 എലമെൻറ്റ്സിൻ്റെ ഫോർമേഷനാണ് എന്ന് അറിയാം. അപ്പം ഗ്രൂപ്പിൻ്റെ ഓർഡർ എന്താണ്? വാട്ട് ഈസ് ദി ഓർഡർ ഓഫ് ജി? ദാറ്റ് ഈസ് 4 ബിക്കോസ് ഇറ്റ് കംപ്രൈസസ് ഓഫ് 4 എലമെൻറ്റ്സ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ? ഓരോ ഇൻഡിവിജ്വൽ എലമെൻറ്റിൻ്റെ ഓർഡർ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇൻറ്റീജർ എൻ, ദ പോസിറ്റീവ് ഇൻറ്റീജർ എൻ. സോ എ റേസ് ടു എൻ മസ്റ്റ് ഗിവ് ഇ. ഇവിടുത്തെ നമ്മുടെ ഫസ്റ്റ് എലമെൻറ്റ് 1 ആണ്. 1 റേസ് ടു വാട്ട് ഗിവ്സ് അവർ ഇ. ഇത് മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് 1 ആയിരിക്കും നമ്മളുടെ ഇ ആയിട്ട് വരുന്നത്. സോ 1 റേസ് ടു 0, 1 റേസ് ടു 0, 1 റേസ് ടു 1 ആണ് ആക്ച്വലി 1 കിട്ടുന്നത്, റൈറ്റ്? അതുപോലെ തന്നെ -1ൻ്റെ കേസ് എടുത്ത് -1 ദ ഹോൾ റേസ് ടു വാട്ട് ഗിവ്സ് 1, 2 അല്ലേ? അപ്പം അങ്ങനെയാണ് നമ്മൾ ഒരു എലമെൻറ്റിൻ്റെ ഓർഡർ നമ്മൾ കണ്ടുപിടിക്കുക. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സബ് ഗ്രൂപ്പാണ്. സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇഫ് ദർ ഇസ് എ ഗ്രൂപ്പ് എച്ച് ആൻഡ് ദർ ഇസ് എ ഗ്രൂപ്പ് ജി, എച്ച് ഇസ് സെറ്റ് ടു ബി ദ സബ് ഗ്രൂപ്പ് ഓഫ് ജി ഇഫ് ആൻഡ് ഓൺലി ഇഫ് എച്ച് ഇസ് എ നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് ജി. മനസ്സിലായോ? അണ്ടർ ദ പെർട്ടിക്കുലർ ബൈനറി ഓപ്പറേഷൻ. അപ്പം അത്രയാണ് സബ് ഗ്രൂപ്പും ഗ്രൂപ്പിനെയും പറ്റി നമ്മൾ പഠിക്കേണ്ടത്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സൈക്ലിക് ഗ്രൂപ്പാണ്. സൈക്ലിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബേസിക്കലി ഇഫ് ഓൾ ദി എലമെൻറ്റ്സ് ഓഫ് മൈ ഗ്രൂപ്പ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ സം പവേഴ്സ് ഓഫ് എ പർട്ടിക്കുലർ എലമെൻറ്റ്, ഫോർ എക്സാമ്പിൾ എ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനെ നമ്മൾ ജനറേറ്റർ ഓഫ് ദ ഗ്രൂപ്പ് എന്നും ആ ഒരു എൻറ്റയർ ഗ്രൂപ്പിനെ നമ്മൾ സൈക്ലിക് ഗ്രൂപ്പ് എന്ന് വിശേഷിപ്പിക്കാം. ഇപ്പം ഈ ഒരു കേസ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെറ്റ് 1 i -i ഇതിൽ എനിക്ക് ജനറേറ്ററായിട്ട് ഐനെ എടുക്കാം അല്ലേ? കാരണം ഈ ഒരു ഐയുടെ ഡിഫറെൻറ്റ് പവേഴ്സിനനുസരിച്ച് π⁻1 എന്ന് പറയുമ്പം ഐ ആണ്, i⁻2 എന്ന് പറയുമ്പോഴത്തേനും ഇറ്റ്സ് നത്തിങ് ബട്ട് -1, i⁻3 എന്ന് പറയുമ്പോൾ -i, i⁻4 ഇസ് നത്തിങ് ബട്ട് 1. അതായത് ഐയുടെ ഡിഫറെൻറ്റ് പവേഴ്സിന് നമുക്കിത് നമ്മൾക്ക് ഈ ഒരു എൻറ്റയർ ഗ്രൂപ്പിനെ ഫോം ചെയ്തുണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഫോം ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പിനെ സൈക്ലിക് ഗ്രൂപ്പ് എന്നും, അങ്ങനെ ഒരു എലമെൻറ്റിൽ നിന്നും ഫോം ആവുകയാണെങ്കിൽ ആ എലമെൻറ്റിനെ നമ്മൾ ജനറേറ്റർ എന്നും പറയും. ഇനി നമുക്ക് കൂടുതൽ കോമൺ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്, മോഡ്യൂളോ ബേസ്ഡ് ക്വസ്റ്റ്യൻ. അതൊരു ക്വസ്റ്റ്യൻ നമ്മൾ പൊതുവെ കാണാറുള്ളതാണ്. അഡീഷൻ മോഡ്യൂലോയും മൾട്ടിപ്ലിക്കേഷൻ മോഡ്യൂലോയും. സോ വാട്ട് ഈസ് ദിസ് അഡീഷൻ മോഡ്യൂലോ? ഇപ്പം നമുക്ക് ഒരു നമ്പർ തന്നേക്കാമെന്ന് വിചാരിക്കുക, അത് നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ a പ്ലസ് ബി ഡിവൈഡഡ് ബൈ m, അതിൻ്റെ എന്താണോ റിമൈൻഡർ അതായിരിക്കും നമ്മൾ എഴുതുക. സിമിലർ ടു മൾട്ടിപ്ലിക്കേഷൻ മോഡ്യൂൾ, അത് ഈ അഡീഷന് പകരം നമ്മളിവിടെ മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യുന്നത്. ഡോണ്ട് വറി, നമുക്കൊരു ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്കും അതെന്താണെന്നത് മനസ്സിലാവും. പിന്നെ വേറൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റിമൈൻഡർ ആയതുകൊണ്ട് തന്നെ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു r ലെസ് ദാൻ m ആണ് വരുന്നത്. ഒരിക്കലും r ഈക്വൽ ടു m വരത്തില്ല. ഓക്കെ,
prove that the set consisting of numbers 0, 1, 2, 3, 4, 5 is a finite abelian group of order 6 under ordinary addition reduced modulo 6 as composition. ഇവിടുത്തെ നമ്മളുടെ മോഡ്യൂlo കൊടുത്തേക്കുന്നത് 6 ആണ്. സോ ഹിയർ വാട്ട് ദേ ആർ ആസ്കിങ് ഇസ് എൻ അഡീഷൻ മോഡ്യൂlo. അപ്പം വി ഹാവ് ടു prove that this is an abelian group. First of all, abelian group ആണ് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് വേണ്ടത്? ക്ലോഷർ പ്രോപ്പർട്ടി വേണം, അസോസിയേറ്റിവിറ്റി വേണം, ഐഡൻറ്റിറ്റി വേണം, ഇൻവേഴ്സ് വേണം, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടെ വേണം, ദാറ്റ് ഈസ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. റൈറ്റ്, കാരണം അബീലിയനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്കൊരു സെറ്റ് ഓഫ് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ യൂഷ്വലി എങ്ങനെയാണ് ഈ ഒരു മോഡ്യൂൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ഡ്രോ എ ടേബിൾ. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ടേബിൾ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്കിവിടെ ഉള്ളത് അഡീഷൻ മോഡ്യൂൾ ഓഫ് 6 ആണ് ഇവരുടെ ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വാട്ട് വി റൈറ്റ് ഇസ് അഡീഷൻ മോഡ്യൂൾ ഓഫ് 6. എന്നിട്ട് ഈ 6ന് താഴെയുള്ള എല്ലാ നമ്പേഴ്സും, ദാറ്റ് ഇസ് ഇഫ് എ നമ്പർ n ഇസ് ഗിവൺ 0 to n-1 വരെയുള്ള നമ്പേഴ്സിനെ നമ്മൾ കോളംസ് ഫില്ല് ചെയ്യും. 0, 1, 2, 3, 4, 5, 0, 1, 2, 3, 4, 5. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഈ കോളത്തിൽ ഓരോ എലിമെൻറ്റ്സ്, ഇപ്പോൾ ഇതാദ്യമേ 0, 0 വരുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? 0 + 0 divided by 6 is equal to 0 + 0, 0 divided by 6 is nothing but 0 ആണ് വരുന്നത്. അപ്പം 0 തന്നെ കിട്ടും. ഈ ഒരു സംഭവം ഇതിൻ്റെ റിമൈൻഡർ ആയിരിക്കും നമ്മൾ എടുക്കുക. വേറൊരു ക്വസ്റ്റ്യനോട് ചെയ്ത് കാണിച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 0 and 1 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 0 + 1 divided by 6, that's nothing but 1 divided by 6. ഈ ഒരു 1 divided by 6ൻ്റെ റിമൈൻഡർ എന്താണ്? that's nothing but 1. റൈറ്റ്, ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ടേബിളിനെ ഫില്ല് ചെയ്ത് കയറ്റാം. 1, 2, 3, 4, 5, 0, 2, 3, 4, 5, 0, 1, 3, 4, 5, 0, 1, 2, 4, 5, 0, 1, 2, 3, 5, 0, 1, 2, 3, 4. ഇപ്പോൾ ഈ ഒരു സംഭവം എടുത്തെന്ന് വിചാരിക്കും. ഇപ്പോൾ 5 + 5 divided by 6 എന്ന് പറയുന്നത് എന്താ? 10 divided by 6 ആണ്. 10 divided by 6 എന്ന് പറയുമ്പോഴത്തേനും ഇതിൻ്റെ ഡിവിസിബിലിറ്റി വരുന്നത് 1 അല്ലേ? അപ്പോഴത്തേനും വാട്ട് ഇസ് ദ റിമൈനിങ്? 4 ഇസ് ദ റിമൈൻഡർ. റൈറ്റ്, അപ്പോൾ അങ്ങനെയാണ് നമ്മളൊരു മോഡ്യൂളോ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. വി ടേക്ക് ദ സം, വി ഡിവൈഡ് ആൻഡ് വി റൈറ്റ് ദ റിമൈൻഡർ ഇൻ ദ ടേബിൾ. സോ ഏതൊരു മോഡ്യൂളോ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും ഫസ്റ്റ് മേക്ക് ഷുവർ ദറ്റ് യു ഡ്രോ ദ ടേബിൾ. ഓക്കെ, ഇങ്ങനെ അപ്പോൾ ഒരു ടേബിൾ നമ്മൾ ഡ്രോ ചെയ്തു. നൗ ലെറ്റ് us check our conditions. ഫസ്റ്റ് പ്രോപ്പർട്ടി ഈസ് ക്ലോഷർ പ്രോപ്പർട്ടി. ഈ ഒരു ടേബിൾ നോക്കിക്കേ. ഈ ടേബിളിൽ എവിടെയെങ്ങാനും നമ്മളുടെ ഈ സെറ്റിൽ കൊടുത്തേക്കുന്ന അല്ലാത്ത എന്തെങ്കിലും എലിമെൻറ്റ്സ് വന്നിട്ടുണ്ടോ എന്ന് നോക്കിക്കേ. ഇല്ല, എല്ലാം 0 to 5 വരെയാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദ ഫസ്റ്റ് വൺ ഇസ് ട്രൂ, അതായത് ദ ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈസ് ഇൻ ദിസ് കേസ്. സെക്കൻഡ് വൺ ഇസ് അസോസിയേറ്റിവിറ്റി. അതിന് നമ്മൾ ചെയ്യേണ്ടത്, ഇറ്റ്സ് ബെറ്റർ ടു ടേക്ക് എൻ എക്സാമ്പിൾ. 2 plus maybe 4 is equal to 2 plus 3 plus 4. 2 plus 3 മോഡ്യൂളോ, അതായത് 2, 3 മോഡ്യൂളോ എന്താണ്? 5 ആണ്. 5 plus 4 മോഡ്യൂളോ എന്താണ്? 5 plus 4 is nothing but 3. ഈ സൈഡ് നമുക്ക് 3 ആണെന്ന് കിട്ടി. ഇനി അടുത്ത് 3 plus 4 മോഡ്യൂളോ എന്താണ്? 3 plus 4 മോഡ്യൂളോ is 1. 2 plus 1. 2 plus 1 എന്താണ്? 3 ആണ്. So LHS is equal to RHS, which means that this group satisfies the associativity property. Next one, identity element. നമ്മൾക്ക് ഈ ഒരു ടേബിളിൽ തന്നെ നോക്കാം. ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾക്ക് ഈ ഒരു എലമെൻറ്റ്, അതായത് A + 6 E വന്നു കഴിഞ്ഞാൽ നമുക്ക് A തന്നെ കിട്ടും. അപ്പം ഇവിടെ നിങ്ങൾ നോക്കിക്കേ, എവിടെയെങ്ങാനും നമുക്ക് A ആയിട്ട് തന്നെ കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, ഇവിടെ എനിക്ക് A ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇവിടെ എനിക്ക് A കിട്ടുന്നുണ്ട്.
റൈറ്റ്? ഇതൊക്കെ വരത്തില്ലേ? കാരണം എന്താണ്? ഇത് അഡീഷൻ പ്രോപ്പർട്ടി അല്ലേ? അപ്പോൾ അഡീഷൻ പ്രോപ്പർട്ടിയിൽ നമ്മുടെ ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറയുന്നത് 0 ആണ് വരുന്നത്. സോ ഇത് ഈ ഒരു കണ്ടീഷൻ വരും. 1-ൻ്റെ കേസിൽ 5 കൊടുത്ത് ചെയ്യുമ്പോൾ വരും, 2-ൻ്റെ കേസിൽ 4 കൊടുത്ത് ചെയ്യുമ്പോൾ ഐഡൻറ്റിറ്റി കിട്ടും. 3 വരും, 4 2 വരും, 5 1 വരും. സോ ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറയുന്നത് ബേസിക്കലി ഇവിടെ 0 ആണ് വരുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡീഷൻ പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ വി ക്യാൻ റൈറ്റ് ദി ഐഡൻറ്റിറ്റി എലമെൻ്റ് ആസ് 0. നെക്സ്റ്റ് വൺ ഇസ് ഇൻവേഴ്സ് എലമെൻറ്റ്. സോ നമുക്ക് ഈ ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടിയ ഒരു സെറ്റ് ഓഫ് കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പം 0 0 കൊടുക്കുമ്പോൾ 0 കിട്ടും, അതായത് 0-ൻ്റെ ഇൻവേഴ്സ് 0 തന്നെയാണ്. 1 5 കൊടുക്കുമ്പോൾ നമുക്ക് 0 കിട്ടും, വിച്ച് മീൻസ് ദാറ്റ് ഇത് ഈ 0 ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ നോക്കുന്നത്. സോ 1-ൻ്റെ ഇൻവേഴ്സ് 5 ആണ്, 5-ൻ്റെ ഇൻവേഴ്സ് 1 ആണ്, 4-ൻ്റെ ഇൻവേഴ്സ് 2 ആണ്, 2-ൻ്റെ ഇൻവേഴ്സ് 4 ആണ്, 3-ൻ്റെ ഇൻവേഴ്സ് 3 തന്നെയാണ്. വിച്ച് മീൻസ് വാട്ട്? വി ആർ ഹാവിങ് ഇൻവേഴ്സ്, അതായത് 0-ക്ക് 0, 1-ന് 5, 2-ന് 4, 3-ക്ക് 3, റൈറ്റ്? ആൻഡ് വൈസ് വേഴ്സ. അപ്പോൾ 4-ന് 2 വരും, 5-ന് 1 വരും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഒരു സെറ്റിൽ തന്നെ എനിക്ക് ഇൻവേഴ്സ് കിട്ടാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ അത്രയാണ് നമ്മൾ ചെയ്യേണ്ട ഇനീഷ്യൽ ഗ്രൂപ്പ് ആണോ അല്ലയോ എന്നറിയാനുള്ള കാര്യങ്ങൾ. 5th വൺ ഇസ് കമ്മ്യൂട്ടേറ്റീവ്. കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? A plus B should be equal to B plus A. അതായത് ഇപ്പം 1 plus 6 5 is equal to 5 plus 6 1. That's nothing but 0, right? സോ ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് എല്ലാ പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഹെൻസ് ഇറ്റ് ഇസ് എൻ അബീലിയൻ ഗ്രൂപ്പ്.